ഹായ്. ഓട്ടിസം ഉള്ള കുട്ടികളിൽ സാധാരണ കാണുന്ന ഒരു പ്രശ്നമാണ് സൗണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് വളരെ ഒച്ച കൂടിയ സാഹചര്യങ്ങളൊക്കെ സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിൽ വളരെ വ്യത്യാസങ്ങൾ കാണിക്കുകയും ചെയ്യും. ഇതുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ സൗണ്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കും. ചിലപ്പോൾ തെറാപ്പിക്ക് അവർ പോകാത്തത് തന്നെ ഈ സൗണ്ട് സെൻസിറ്റിവിറ്റി കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ സ്കൂളിൽ പോകാത്തതോ അല്ലെങ്കിൽ ഫാമിലി ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാത്തതും ഒരു കാരണം ഈ സൗണ്ട് കൊണ്ടാവും. അത് നമ്മൾ പലപ്പോഴും പാരൻസ് റെക്കഗ്നൈസ് ചെയ്യാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓട്ടിസമുള്ള കുട്ടികളുടെ പാരൻസ് കുട്ടികൾക്ക് സൗണ്ട് സെൻസിറ്റിവിറ്റി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. അതെങ്ങനെ മനസ്സിലാക്കാം? അവർ വീട്ടിലാണെങ്കിൽ കുക്കറിന് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ചെവി പൊത്തിപ്പിടിക്കും, അല്ലെങ്കിൽ തൂക്കുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ചെവി പൊത്തിപ്പിടിക്കും. ചില സൗണ്ടുകൾക്ക് ഒക്കെ അവർക്ക് ഭയങ്കര അരോചകമായിരിക്കും. എല്ലാ സൗണ്ടുകൾക്കും ഈ പ്രശ്നം ഉണ്ടാവണമെന്നുമില്ല. അപ്പോൾ വീട്ടിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ സൗണ്ടിനാണോ കുട്ടികൾക്ക് പ്രശ്നമുള്ളത് അത് ശ്രദ്ധിക്കുകയും അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യുക. വീട്ടിലൊരു സൗണ്ട് കുറഞ്ഞ ഒരു എൻവയോൺമെന്റ് കുഞ്ഞുങ്ങൾക്കായി ഉണ്ടാക്കി കൊടുക്കുക. ഒരു റൂം അതിനുവേണ്ടി സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് നോയിസ് ക്യാൻസലേഷൻ, അതായത് സൗണ്ടിനെ കുറയ്ക്കുന്ന ചില കർട്ടനുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. നോയിസ് ക്യാൻസലേഷൻ ഇയർ പ്ലഗ്സ് അവൈലബിൾ ആണ്. അതുപോലെ നല്ല പാട്ടുകൾ കുഞ്ഞുങ്ങളെ കേൾപ്പിക്കാം. അത് കേൾക്കുമ്പോൾ അവരുടെ സൗണ്ട് സെൻസിറ്റിവിറ്റി കുറേശ്ശെ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് ഒക്കുപേഷണൽ തെറാപ്പിക്ക് കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പറയുക കുഞ്ഞിന് സൗണ്ട് സെൻസിറ്റിവിറ്റി ഉണ്ട്, അതിൻ്റെ കറക്റ്റീവ് ആയിട്ടുള്ള അതിനുമായിട്ട് കുഞ്ഞിന് യോജിച്ച് വരാൻ പറ്റുന്ന രീതിയിലുള്ള തെറാപ്പികൾ കൂടി ചെയ്യാൻ ആവശ്യപ്പെടുക. ഈ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫങ്ഷണൽ കാര്യങ്ങൾ, അതായത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവ് കുറേശ്ശെയായിട്ട് മെച്ചപ്പെടുത്തി എടുക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി പറയട്ടെ, സൗണ്ട് സെൻസിറ്റിവിറ്റി ഉള്ള എല്ലാ കുട്ടികൾക്കും ഓട്ടിസം ഉണ്ടെന്ന് ഒന്നും അർത്ഥമില്ല. പക്ഷേ ഓട്ടിസം ഉള്ള കുട്ടികളിൽ 50 മുതൽ 70% വരെ കുട്ടികളിൽ സൗണ്ട് സെൻസിറ്റിവിറ്റി കാണുകയും ചെയ്യും. താങ്ക് യു.